എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു കാര്യം ആരംഭിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴോ നിർത്തിവെച്ച ഒരു കാര്യം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴോ നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു സമയത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കും. കാത്തിരുന്ന് ഒടുവിൽ ആ ഒരു കാര്യം ജീവിതത്തിൽ നടക്കാതെ പോവുകയും ചെയ്യും. അതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത്. പല ആഗ്രഹങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. പലതും തുടങ്ങണമെന്നുണ്ട്. എവിടെയൊക്കെയോ നിർത്തിവെച്ചു പോയ പല ശീലങ്ങളും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കാറില്ല. അതൊക്കെ ആഗ്രഹങ്ങളായിട്ട് മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്, അല്ലേ? എവിടെയാണ് നമുക്കിത് നടക്കാതെ പോകുന്നത്? പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് നടക്കാതെ പോകുന്നത്? അതിന് യഥാർത്ഥ കാരണം നമുക്ക് ആഗ്രഹങ്ങളില്ലാതെ കൊണ്ടല്ല, അതിലപ്പുറം ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങളില്ലാതെ കൊണ്ടാണ്. ഉറച്ച തീരുമാനങ്ങൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അത് നിർത്തിവെച്ച ഒരു കാര്യമാണെങ്കിലും ശരി, പുതിയ ഒരു കാര്യമാണെങ്കിലും ശരി, എല്ലാം ഒരാൾക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടതും പല കാര്യങ്ങളും ജീവിതത്തിൽ ഇപ്പോഴും ആഗ്രഹങ്ങൾ മാത്രമായി അവശേഷിച്ചു പോയതും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെ പോയതുകൊണ്ടാണ്. ഇതൊരു പുതിയ വർഷമല്ലേ, 2024. ജനുവരി മാസം ഇവിടെ പൂർത്തിയാവാറായി. ഇനി 3-4 ദിവസം കഴിഞ്ഞാൽ ഈ മാസവും കംപ്ലീറ്റ് ആവും. ഡിസംബർ 31 തീയതി, അതായത് 2023 ഡിസംബർ 31 തീയതി കുറെ തീരുമാനങ്ങളും പ്രതിജ്ഞകളും കുറെ കണക്ക് കൂട്ടലുകളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ നമുക്ക്? അതൊക്കെ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏതെങ്കിലും ഒരു കാര്യത്തിനെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 95% പേരും അതിൽ പരാജയമാണ്. ആഗ്രഹങ്ങളും ചിന്തകളും തീരുമാനങ്ങളും കണക്ക് കൂട്ടലുകളും ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഡിസംബർ 31 ഒരു ചടങ്ങ് പോലെ നമ്മളത് നിർവഹിച്ച് കടന്നുപോയെന്നല്ലാതെ അതൊന്നും ജീവിതത്തിന്റെ ഭാഗമായില്ല. ഇവിടെയാണ് നമ്മൾ ഉറച്ച തീരുമാനങ്ങളുടെ പ്രസക്തി നമുക്ക് തിരിച്ചറിയേണ്ടത്. ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. ഈ നിമിഷം നമ്മൾ ഒന്ന് തീരുമാനിക്കുകയാണ്, നാളെ എനിക്കൊരു യാത്ര പോകണം. കുറേ ദിവസമൊക്കെ ആയില്ല ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ആ ചടപ്പൊക്കെ വിട്ടുമാറി നാളെ ലീവാണ്, അതുകൊണ്ട് ഒരു യാത്ര പോയേക്കാമെന്ന് നിങ്ങൾ കരുതുകയാണ്. അത് നിങ്ങളുടെ ആഗ്രഹമാണ്, അല്ലേ? അങ്ങനെ എത്രയോ വട്ടം എത്രയോ സാഹചര്യങ്ങളിൽ നമ്മളങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. നടന്നിട്ടുണ്ടോ? ഇല്ല. നടക്കണമെങ്കിൽ എന്തുണ്ടാവണം? ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവണം. തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നിമിഷം നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തി തുടങ്ങും, അല്ലേ? നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളത് റെഡിയാക്കാൻ തുടങ്ങും. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ഒതുക്കി വെച്ച് പൈസയൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി, വീടൊക്കെ പൂട്ടി പോവേണ്ടതാണെങ്കിൽ അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നാളെ നമ്മൾ പോയിരിക്കും. കാരണം അത് ഉറച്ച തീരുമാനമാണ്. നമുക്കൊക്കെ ഉള്ളത് ആഗ്രഹങ്ങളാണ്. ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഏതൊരു കാര്യവും നടപ്പിലാക്കണമെങ്കിൽ തീരുമാനിച്ച കാര്യത്തിന് വേണ്ടി ഈ നിമിഷം മുതൽ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താൻ കഴിയണം. അത് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല. ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരിക്കലും സാധ്യമല്ല. പക്ഷെ അതിന്റെ തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ പറ്റണം ഈ നിമിഷം. ഈ നിമിഷം പറ്റിയില്ലെങ്കിലും നാളെയെങ്കിലും നമുക്ക് നടത്താൻ പറ്റണം. അത് കഴിഞ്ഞ് മറ്റന്നാളാവാം, അടുത്തയാഴ്ചയാവാം, ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, അല്ലേ? ഡിസംബർ മാസമായപ്പോൾ ജനുവരി 1 തീയതി കുറേ കാര്യങ്ങൾ നടത്താമെന്ന് കരുതിയില്ലേ? അതൊക്കെ മുൻകൂട്ടി നമ്മൾ ഒരു നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരുന്നതാണ്. ജനുവരി 1 രാവിലെ എഴുന്നേറ്റ് ഒന്ന് വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ നോക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഈ ഒരു യാത്രയൊക്കെ പോകണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഒരു പുതിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കണമെന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഒന്നും നടന്നില്ല. അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചു, അല്ലേ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മാറേണ്ടതുണ്ട്. മാറിയാൽ മാത്രമേ ജീവിതത്തിന് മാറ്റം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാനുണ്ട്. ആഗ്രഹങ്ങളല്ല നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ ആഗ്രഹങ്ങളല്ല നമുക്ക് ആവശ്യം. എന്താണ് ആവശ്യം? ബേണിംഗ് ഡിസയർ ആണ്. കത്തിജ്വലിക്കുന്ന ആഗ്രഹമാണ് ആവശ്യം. അപ്പോൾ മാത്രമേ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ആവശ്യക്കാരനാണെന്ന് നമുക്ക് തന്നെ തോന്നണം. അപ്പോഴല്ലേ നമ്മൾ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയുള്ളൂ, അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം. 2-3 പേര് ജനുവരി 1 തീയതി മുതൽ എൻ്റെ കൂടെ രാവിലെ എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു.
ഓടാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്, വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ നോക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതുകൊണ്ടാണ്. നല്ല കാര്യമല്ല എന്ന് കരുതി കൂടെ വാന്ന് പറഞ്ഞു. ഞാൻ അധികം ആരെയും ഇക്കാര്യത്തിൽ നിർബന്ധിക്കാറില്ല. കാരണം ഇത് നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യമല്ല, അവനവന് തോന്നി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാൾക്ക് തോന്നിയിട്ട്, സുഹൃത്തുക്കൾക്ക് തോന്നിയിട്ട് വരുന്നതല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 31 കാര്യങ്ങളൊക്കെ സംസാരിച്ച് ജനുവരി 1-ാം തീയതി രാവിലെ ഞാൻ 3 പേരെയും വിളിച്ചു. ഒരാളുടെ സ്വിച്ച് ഓഫ് ആണ്. രണ്ടാമത് വിളിച്ചപ്പോൾ നല്ല ക്ഷീണം, കാരണം തലേന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്, നമുക്ക് അടുത്ത ദിവസമാകാമെന്ന് കരുതി. മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ മാത്രം എൻ്റെ കൂടെ വന്നു. പിന്നീട് ആ 2 പേരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേൽക്കാറുമില്ല, എൻ്റെ കൂടെ വരാറുമില്ല. മൂന്നാമത്തെ ആൾ ഒരു 4 ദിവസമായപ്പോൾ ബോഡി പെയിൻ എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇവിടെയാണ് നമുക്കൊക്കെ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, തീരുമാനങ്ങളില്ല എന്ന് പറയാൻ കാരണം. ഇതുപോലെ തന്നെ ചില അനുഭവങ്ങൾ ഞാൻ കേരളത്തിൽ പുറത്ത് മറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പാർട്ട്മെന്റിലൊക്കെയാണ് താമസിക്കാറുള്ളത്. ആ സമയങ്ങളിൽ കൂടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാകും. അവരാണെങ്കിൽ ഈ ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാണ് കമ്പനികളിൽ. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഓരോ ദിവസവും ടാർഗറ്റ് ഉണ്ടാവും, ആഴ്ചയിൽ ടാർഗറ്റ് ഉണ്ടാവും, മാസങ്ങളിൽ ടാർഗറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. രാത്രി 2 മണിവരെയൊക്കെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന, മെയിലയക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അത്രയ്ക്കേറെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിച്ച് ജോലി ചെയ്യുന്നവരാണ്. പലപ്പോഴും ലീവൊക്കെ ഉള്ള ദിവസം വട്ടം കൂടി ഇരിക്കുമ്പോൾ ഇവർ പറയാറുണ്ട്, ഈ പരിപാടികളൊക്കെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി തുടങ്ങിയാലോ എന്ന്. അതൊരാഗ്രഹമായിരുന്നു, അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ അതൊരു ഉറച്ച തീരുമാനമായിട്ട് കൊണ്ടു നടക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോഴും ആ പഴയ ജോലിയിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാവണം ഓരോ കാര്യത്തിലും. അങ്ങനെയുള്ള ആളുകളാവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ വലിയ പരാജയങ്ങളും അല്ലെങ്കിൽ വിചാരിച്ചത്ര വിജയങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം അത് സാധ്യമാവില്ല. അതിനേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ഉറച്ച തീരുമാനങ്ങൾ നമുക്കുണ്ടാവണമെന്ന് പറയും. രാവിലെ എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റിരിക്കണം. ഇന്നൊരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് ചെയ്തിരിക്കണം. പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെപ്പോഴും നാളെ 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 ആവട്ടെ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നീണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുക. പക്ഷെ അത് പാടില്ല. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുവേണ്ടി ഇറങ്ങാനും പിന്നീട് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനും കഴിയണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പല ആളുകളുടെയും വലിയൊരു മോഹമാണ് ഒരു ബിസിനസ്, സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. നമ്മളിപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങാൻ പറ്റണമെന്നില്ല. ഒരു പക്ഷേ 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കത് ആരംഭിക്കാൻ സാധിക്കുക. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താൻ പറ്റണം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എന്ത് ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് ധാരണ വേണം. ആ ബിസിനസ് എങ്ങനെയൊക്കെ വിജയിപ്പിച്ചെടുക്കാം, അതിൻ്റെ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് ലഭ്യമാവുക, അതിൻ്റെ പ്രോഫിറ്റ് എങ്ങനെയാണ്, ഏത് കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സാണ് എൻ്റെ ഈ പ്രോഡക്റ്റ് വാങ്ങുന്നത്, തുടങ്ങിയ ബിസിനസ്സിനെ എത്രത്തോളം ലെവലിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും എന്തൊക്കെ പ്രതിസന്ധികളും ഈ ബിസിനസ്സിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചിന്തിക്കുവാനും ചെയ്തു തീർക്കുവാനും മനസ്സിലാക്കുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്ക് നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്കത് കൃത്യമായിട്ട് തുടങ്ങാൻ പറ്റും. അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിലെ വെറും സ്വപ്നമായിട്ടും ആഗ്രഹമായിട്ടും നമുക്കൊരു കാര്യം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഏതൊരു കാര്യമാണെങ്കിലും, പുതിയൊരു കാര്യം തുടങ്ങാനാണെങ്കിലും അതിലപ്പുറം നിർത്തിവെച്ച ഒരു കാര്യം റീസ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടി, ഒരു നല്ല ദിവസത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാതിരിക്കുക. പകരം അത് അന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കി അതിനെ ചേർത്ത് പിടിക്കുക. ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഏതൊരു കാര്യവും പിന്നെ ആവട്ടെ, നല്ലൊരു ദിവസം വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി കൊണ്ടുപോയാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഒരു പരിധിക്കപ്പുറം ഒരാൾക്ക് വളരാനും കഴിയില്ല. പണ്ട് മുതലേ ആളുകൾ പറഞ്ഞിട്ടില്ലേ, നാളെ നീളെ എന്ന്. അത് പഴയ കാലത്തിൻ്റെ ആളുകൾക്ക് പോലും അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊന്നും വെറും വാക്കുകളല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.